നമ്മളെ ഏറ്റവും കുറഞ്ഞ സ്പേസിൽ ഒരു സ്റ്റെയർ കേസ് ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും റിനോവേഷനിൽ ഭയങ്കര പ്രധാനപ്പെട്ട കേസാണ്. അതേസമയം തന്നെ നമുക്കത് വളരെ സ്മൂത്ത് ആയിട്ട് കയറി പോകാൻ പറ്റണം. ആൾക്കാർ ഉരുണ്ട് വീഴാൻ പാടില്ല, ഹൈറ്റ് കൂടാൻ പാടില്ല. അപ്പോൾ ആ ഒരു ലാൻഡിങ്സ് ഒക്കെ ഒരുപാട് ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ നിന്ന് കയറുമ്പോൾ 1, 2, 3 ലാൻഡിങ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. അതേ സമയത്ത് വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് തീർക്കാൻ പറ്റും. അതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഈ കോർണറിലും നമ്മളൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. വൈൻഡർ സ്റ്റെപ്പുകളെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ ഇതുപോലത്തെ ഒരു വൈൻഡർ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഉരുണ്ട് വീഴുന്നുള്ള പേടിയൊന്നുമില്ല. ഹാൻഡ് റെയിലും ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ സ്റ്റേജിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഈ വീട് ആലപ്പുഴ ടൗണിന്റെ നടുക്കാണ്. നമുക്ക് എയർബിഎൻബി പോലത്തെ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോർ വേണമെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കോർണറിൽ ഒരു വൈൻഡർ സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം നല്ല വലിയ സ്റ്റെപ്പുകൾ തന്നെയാണ്. ആളുകൾക്ക് എല്ലാവർക്കും വൈൻഡർ സ്റ്റെപ്പിനെ പേടിയാണ്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഈ വൈൻഡർ സ്റ്റെപ്പ് ഈ കോർണറിലും ആ കോർണറിലും അവിടെയും ഉള്ളതുകൊണ്ട് പ്രാക്ടിക്കലി നമുക്ക് ഈ മുറിയെ ഭയങ്കരമായിട്ട് ചെറുതാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്പേസ് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ള സ്പേസിനെ ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചില ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ, ഇവിടെ വൈൻഡർ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ട് കയറി പോകാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ വലിയ ലോങ് സ്ട്രൈപ്സ് കൊടുത്തിട്ടുള്ളതുണ്ട്. ഈ സ്ട്രൈപ്സ് ബിൽഡിങ്ങിന്റെ എലിവേഷനിൽ ഭംഗിയുണ്ട്. ഈ വിൻഡോസിൽ കൂടെ വരുന്ന ലൈറ്റ് ആണ് നമ്മളെ വീടിനകത്തും സ്റ്റെയർ റൂമിലും ഇത്രയധികം പ്രകാശം കൊണ്ടുവരുന്നത്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.